2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് വലത് മുന്നണിയെ, അതായത് UDF നയിക്കേണ്ടത് കുഞ്ഞാലിക്കുട്ടിയാണോ, അതോ സതീശനാണോ, അതോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണോ, ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന കാര്യത്തിൽ UDF യാതൊരു ഉറപ്പില്ല. ഏതായാലും മായന്തരിപ്പുള്ള അരിങ്കോടരായില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ അംഗച്ചേകവനെ അന്വേഷിച്ച് ഹൈക്കമാൻഡ് പരക്കം പായാൻ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ LDF സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. ഈ കണ്ണപ്പച്ചേകവരുടെ അവസ്ഥയിലെത്തിയ നമ്മുടെ സഖാവ് പിണറായി വിജയനാണ് പാർട്ടിയെയും മുന്നണിയെയും നയിക്കാനായിട്ട് അങ്കത്തട്ടിൽ ചാടിക്കയറുന്നത്. ചാടിക്കയറാനൊന്നും പുള്ളിക്ക് വയ്യ, കോണി വെച്ച് കയറും. ഉറുമിയാണോ ചുരുകയാണോ എന്താണ് കയ്യിൽ എടുക്കുക എന്ന് നമുക്കറിയില്ല. ഏതായാലും അങ്കത്തട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്കത്തട്ടിലേക്ക് പ്രായപരിധി ഒഴിവാക്കി സഖാവിനെ തന്നെ കയറ്റാൻ പാർട്ടി തീരുമാനിച്ചു. പ്രായപരിധി നടപ്പാക്കി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയതാണ്. ഇനിമേൽ 75 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞിനും മാർക്സിസ്റ്റ് പാർട്ടിയിൽ പഞ്ചായത്തിലേക്ക് പോലും മത്സരിക്കാൻ പറ്റുകയില്ല. പാർട്ടിയുടെ മേൽ കമ്മിറ്റികളിലും ഇരിക്കാൻ പറ്റുകയില്ല. സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിലോ പോളിറ്റ് ബ്യൂറോയിലോ അംഗമായിരിക്കാനായിട്ട് പ്രായപരിധിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും തഥൈവ. അപ്പർ ഏജ് ലിമിറ്റ് 75 ആയിട്ടാണ് നിശ്ചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 75 വയസ്സ് പൂർത്തീകരിച്ചു എന്ന കാരണത്താലാണ് ഈ G. സുധാകരൻ മുതലായ ആൾക്കാരെയൊക്കെ ഒഴിവാക്കിയത്. ഇനിയും ഒരുപാട് പേരെ ഒഴിവാക്കാനുണ്ട്. പ്രായപരിധി കഴിഞ്ഞവരും അല്ലെങ്കിൽ ഒന്നിലധികം തവണ സ്ഥാനം വഹിച്ചവരുമായ എല്ലാ സഖാക്കന്മാരെയും മാറ്റും. കാരണം പ്രായപരിധി എന്ന് വെച്ചാൽ അലംഘ്യമായ ഒരു നിയമമാണ്. പാർട്ടി ഭരണഘടനയിലൊന്നുമില്ല. എന്നാൽ ഇവരൊക്കെ കൂടി സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാനമാണ്. ആദ്യം CPI നടപ്പാക്കിയത്, പിന്നെ CPM അത് വ്യാപിച്ചു. അങ്ങനെ പ്രായപരിധി ബാധിക്കാത്ത ഒരാളേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് മാത്രം പ്രായപരിധിയിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വായിലെ എല്ലാ പല്ലും കൊഴിഞ്ഞാലും അല്ലെങ്കിൽ നടു വല്ലാതെ വളഞ്ഞ് നിവർന്ന് നിൽക്കാൻ പറ്റാതായാലും നടക്കാൻ വയ്യാതായാലും കോൺഗ്രസ്സിലേക്കാണെങ്കിൽ ഗവർണറായി പോകാനുള്ള പ്രായമായാലും പിണറായി വിജയന് മാത്രം മാറേണ്ടതില്ല. പുള്ളി തന്നെ അങ്കത്തട്ടിൽ ഇറങ്ങുകയും അംഗം വെട്ടി ജയിച്ച് പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനുമൊക്കെ മാനം ചേർക്കുകയും ചെയ്യും. അപ്പോൾ ചേകവൻ ആരായാലും കുഴപ്പമില്ല, അംഗത്തൂടെ പോകുന്ന ആരായാലും വ്യത്യാസമില്ല. കണ്ണപ്പ ചേകവർ തന്നെയാണ് തട്ടിൽ കയറുന്നത്. അരിങ്ങോടർ അംഗത്തുണ പോകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അരിങ്ങോടറുടെ റോളിൽ സഖാവിൻ്റെ മരുമകൻ സഖാവാണ്. അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, രാജ്യഭാരം കൃത പുരാ രാമനെന്നാകിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് എന്ന് നിർണയം എന്ന് പറഞ്ഞ പോലെ രാജ്യഭാരം അമ്മായിയപ്പനാണെങ്കിൽ അതിൻ്റെ രാജ്യാനുഭൂതി മരുമകനായിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരുമകൻ എന്ന് വെച്ചാൽ സൂപ്പർ മുഖ്യമന്ത്രിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ്